കാസർഗോഡ് മുളിയാറിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ബിന്ദുവിന്റെ അച്ഛൻ രംഗത്തെത്തി. ഒരു മാധ്യമത്തോട് സംസാരിക്കവെയാണ് അച്ഛൻ രാമചന്ദ്രൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഭർത്താവും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെയും ഭർത്തൃമാതാവ് വിളിച്ച് മോശമായി സംസാരിച്ചിരുന്നു. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തെറ്റ് ചെയ്തില്ലെന്ന് ബിന്ദു കാല് പിടിച്ച് പറഞ്ഞുവെന്നും ഭർത്താവ് ശരത്തും ബിന്ദുവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നും പിതാവ് രാമചന്ദ്രൻ പറഞ്ഞു. ഇന്നലെയാണ് കാസർഗോഡ് മുളിയാർ കോപ്പാളം കൊച്ചിയിലെ ബിന്ദു, ഇവരുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് ശ്രീനന്ദന എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലെ മുറിയിലാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിന്ദുവിനെ ഇടുക്കിയിലേക്കാണ് വിവാഹം കഴിച്ച് അയച്ചിരുന്നതെങ്കിലും വർഷങ്ങളായി കോപ്പാളം കൊച്ചിയിലാണ് കുടുംബസമേതം താമസിക്കുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ബിന്ദു കൈഞ്ഞരമ്പ് മുറിച്ച് വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2-നാണ് സംഭവം നടന്നത്. ഇവരുടെ മറ്റൊരു മകൻ സുരക്ഷിതനാണ്. കൈകളുടെ ഞരമ്പ് മുറിച്ച് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ അവശനിലയിൽ കണ്ടെത്തി. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഭർത്താവ് ശരത്ത് സ്വിറ്റ്സർലൻഡിലാണ്. ഭർത്തൃ വീട്ടിൽ നിന്ന് 2 ദിവസം മുൻപാണ് ബിന്ദു സ്വന്തം വീട്ടിലേക്ക് വന്നത്. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. കുടുംബ പ്രശ്നമാണ് കാരണമെന്ന് ആദൂർ പോലീസ് പറഞ്ഞു.